നാമത്തിൽ വന്ദനം പറയുന്നു. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. സമയം അല്പം പോലും കളയാതെ ദൈവവചന കേൾവിക്കായിട്ട് നമ്മുടെ സമയങ്ങൾ നമുക്ക് വേർതിരിക്കാം. രൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് തുടർന്നുള്ള ചിന്തകൾക്ക് ആധാരമായിട്ട് വായിക്കാം. രൂത്ത് ചാപ്റ്റർ 3 വേഴ്സ് 11, 3-ാം അധ്യായം 11-ാമത്തെ വാക്യം. മതി. മകളെ, നീ ചോദിക്കുന്നത് ഒക്കെയും ഞാൻ ചെയ്തു തരാം. ബോവസ് രൂത്തിനോട് പറയുന്ന ഒരു വാക്കാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. വീണ്ടെടുപ്പുകാരൻ തുടങ്ങിയ ആശയത്തിൽ നിൽക്കുന്ന ഒരു പുസ്തകമാണ് രൂത്തിൻ്റെ പുസ്തകം. എന്ന് പറഞ്ഞാൽ ഈ വീണ്ടെടുപ്പുകാരൻ ബോവസ് യേശുക്രിസ്തുവിൻ്റെ നിഴലായിട്ട് പഴയ നിയമത്തിൽ നിലകൊള്ളുന്നു. ഈ വീണ്ടെടുപ്പുകാരനായ ബോവസ് രൂത്തിനോട് പറയുക, മകളെ, ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. ഞാൻ ഇന്ന് രാവിലെ ഈ വാക്യത്തിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപേ പറയാൻ ദൈവം ഏൽപ്പിച്ച ദൂത് ഒരൊറ്റ വാക്കിൽ പറയാം. ചോദിക്കുന്നതൊക്കെയും ചെയ്തു തരാൻ കഴിവുള്ള ഒരു വീണ്ടെടുപ്പുകാരൻ നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്ക് ആരുണ്ട്, ഇവിടെ നമുക്ക് എന്തുണ്ട് എന്നുള്ളതല്ല, ചോദിക്കുന്നതെല്ലാം തരാൻ കഴിവുള്ള ഒരു നല്ല കർത്താവ് നമുക്ക് വീണ്ടെടുപ്പുകാരനായിട്ടുണ്ട്. അതാണ് നമ്മുടെ സന്തോഷം, അതാണ് നമ്മുടെ ബലം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ ആരാധന നാം ഒരുമിച്ച് സംബന്ധിക്കുമ്പോൾ നിരാശപ്പെടാൻ നമുക്ക് ഒത്തിരി കാരണങ്ങൾ കാണാം, സങ്കടപ്പെടാൻ ഒത്തിരി കാരണങ്ങൾ കാണാം. ഹല്ലേലൂയ. സന്തോഷിക്കാൻ യാതൊരു വകയും കണ്ടില്ലെന്ന് വരാം. പക്ഷെ പരിശുദ്ധാത്മാവിന് ഇന്ന് പകൽ നമ്മളോട് പറയാനുണ്ട്, നീ ചോദിക്കുന്നത് ചെയ്തു തരാൻ പ്രാപ്തിയുള്ള ഒരുത്തനെയാണ് നാം സേവിക്കുന്നത്, അവനെയാണ് നാം ആരാധിക്കുന്നത്. ഇന്ന് രാവിലെ അവന്റെ സാന്നിധ്യം ഈ ആരാധന നമുക്ക് അനുഭവിപ്പാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. 4 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പുസ്തകമാണ് ഈ രൂത്തിന്റെ പുസ്തകം. രൂത്തിന്റെ പശ്ചാത്തലം, ജീവിതത്തിന്റെ സാഹചര്യങ്ങളെല്ലാം നമുക്കറിയാം. ഞാൻ അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും കിടക്കാതെ ഈ ദൂത് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. 4 അധ്യായത്തിൽ രൂത്ത് 4 സ്ഥലത്താ എന്ന് പറഞ്ഞാൽ 4 അധ്യായത്തിലും രൂത്ത് 4 പ്രത്യേക സാഹചര്യത്തിലാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ ഈ വചനം നാം കേട്ടോണ്ടിരിക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആണ് നാം ആയിരിക്കുന്നത്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ അതിനപ്പുറമായിട്ട് നീ ചോദിക്കുന്നത് ചെയ്തു തരാൻ കഴിവുള്ള ഒരു കർത്താവിന്റെ സന്നിധിയിലാണ് നാം ഇരിക്കുന്നതെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വാക്യം വായിപ്പിക്കുന്നില്ല, ഞാൻ പറയാം. 1-ാം അധ്യായത്തിൽ രൂത്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ രൂത്ത് മോവാബില. സ്തോത്രം. 2-ാം അധ്യായത്തിൽ രൂത്തിന്റെ എല്ലാ സാഹചര്യവും മാറി. അവളിപ്പോൾ ഒന്നുമില്ലാത്തവളായിട്ട് മാറി. അവളിപ്പോൾ ഒരു പരദേശത്ത്, അന്യദേശത്ത്, ഒരു വയലിലാണിപ്പോൾ നാം ഈ രൂത്തിനെ കാണുന്നത്. വയലിൽ എന്തിനാ കാണുന്നത് നമുക്കറിയാം. അഹോവൃത്തിക്ക്, ഉപജീവനത്തിനല്ല, ഒരു നേരത്തെ വിശപ്പ് മാറാൻ, കാലാവെറുക്കാൻ ഇവളിപ്പോൾ എവിടെ എത്തിയിരിക്കുകയാ? വയലിൽ എത്തിയിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ഇനി 3-ാം അധ്യായത്തിൽ വരുമ്പോൾ വയലിൽ നിന്ന് രൂത്ത് ഇപ്പോൾ വയലില്ല. രൂത്ത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു കളത്തിലാ. വയല് കൊയ്യുന്ന സ്ഥലമാണെങ്കിൽ കളം മെതിക്കുന്ന സ്ഥലമാണ്. വയലിൽ ആരൊക്കെ ഉണ്ടെന്ന് 3-ാം അധ്യായം 4 അധ്യായം ഉള്ള ചെറിയ പുസ്തകമാണ്.
1/2 മണിക്കൂർ എടുത്താൽ വായിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇന്ന് തന്നെ സൗകര്യം കിട്ടിയാൽ ഈ രൂത്തിന്റെ പുസ്തകം വായിച്ചു നോക്കണം. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞതല്ല അതിനകത്തുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ 3-ാം അധ്യായത്തിൽ ഇവൾ എവിടെ എത്തുന്നു? ഇവൾ കളത്തിലെത്തുന്നു. ദൈവത്തിന് സ്തോത്രം. 2-ാം അധ്യായത്തിൽ വയലിൽ നിൽക്കുമ്പോൾ അവിടെ പെറുക്കുന്നവരുണ്ട്, അവിടെ ബാല്യക്കാരുണ്ട്, അവിടെ ശല്യം ചെയ്യുന്നവരുണ്ട്, അവിടെ പ്രശ്നക്കാരുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷേ അവിടെയും അവൾക്കൊരു സംരക്ഷണം ഒരുക്കി അവളെ അവിടുന്ന് എവിടെ എത്തിക്കുകയാ? കളത്തിലെത്തിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ദൈവമക്കളെ നിങ്ങളോട് പറയാ, എന്നും മോവാബിൽ കിടക്കാൻ ദൈവം സമ്മതിക്കത്തില്ല കേട്ടോ. എന്നും വല്ലവന്റെ വയലിൽ കാലാപറക്കാൻ ദൈവം സമ്മതിക്കത്തില്ല കേട്ടോ. നിന്നെ ഒരു കളത്തിലേക്ക് ദൈവത്തിന് മാറ്റാൻ പദ്ധതിയുണ്ടെന്ന് മറന്നു പോകരുത്. സ്തോത്രം. ഇവിടെ കൊയ്ത്തുണ്ട്, കൊയ്ത്തുകാരുണ്ട്, ബാല്യക്കാരുണ്ട്, വേലക്കാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ കൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കാമെന്ന് രൂത്ത് വിചാരിച്ചിരിക്കുമ്പോൾ രൂത്തിനോട് അടുത്തൊരു ഇടപെടൽ ഉണ്ടാകുന്നു. നീ വയലുകൊണ്ട് ഒതുങ്ങരുത് കേട്ടോ. കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കാലാവർക്ക് ഉപജീവനം കഴിക്കാമെന്നുള്ള ഇതിച്ചിരി സേഫായ ഒരു സ്ഥലമാണെന്ന് വിചാരിച്ച് നിൽക്കരുത്. ഇതിനപ്പുറം ഒരു കളമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നീ ആ കളത്തിലേക്ക് പ്രവേശിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ഭാഗത്തേക്ക് മടങ്ങി വരാം. എന്നാൽ 4-ാം അധ്യായത്തിൽ വരുമ്പോൾ രൂത്ത് മോവാബിലുമല്ല, രൂത്ത് വയലിലുമല്ല, രൂത്ത് കളത്തിലുമല്ല. 4-ാം അധ്യായത്തിൽ രൂത്ത് എവിടെയാണെന്നറിയാവോ? രൂത്ത് വീട്ടിലാ. രൂത്ത് ഇപ്പൊ എവിടെ കേറി? യജമാനന്റെ വീടിനകത്താണ് അവളിപ്പോൾ. ദൈവത്തിന് സ്തോത്രം. ഒരു വേലക്കാരിയായിട്ടല്ല, ഒരു അന്യജാതിക്കാരിയായിട്ടല്ല, ഒരു കാല പെറുക്കുന്നവളായിട്ടല്ല, യജമാനന്റെ സകലത്തിന്റെയും അധികാരിയായി ഒരു ഉടമസ്ഥാവകാശത്തോടുകൂടെ അവൾ വീട്ടിൽ കയറിയിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാ, ഞാനും നിങ്ങളും ഈ ഒരു പ്രയാണത്തിലാകട്ടോ. എങ്ങോട്ടുള്ള പ്രയാണത്തിലാണെന്നറിയാവോ? ഒരുത്തൻ വീടുണ്ടാക്കാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാമെന്ന് പറഞ്ഞ ഒരുത്തൻ നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആ വീട്ടിലേക്കുള്ള ഒരു യാത്രയില ഞാനും നിങ്ങളും. ഇതിനിടയ്ക്ക് അന്യദേശങ്ങളുണ്ട്, ഇതിനിടയ്ക്ക് പരദേശങ്ങളുണ്ട്, ഇതിനിടയ്ക്ക് വയലുകളുണ്ട്, ഇതിനിടയ്ക്ക് കളങ്ങളുണ്ട്. എന്നാൽ ഇന്ന് മുതൽ പരിശുദ്ധാത്മാവ് വളരെ ആഴമായിട്ട് ഇടപെടുന്നു. ഒരു നിത്യമായ വീട് നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പ്രൈസ് ദി ലോർഡ്. വയലിലെത്തിയപ്പോൾ നാളെ എന്തുണ്ടാകും, നാളെ എന്ത് കിട്ടുമെന്ന് അവൾക്കറിയത്തില്ല. പക്ഷെ അവൾ പറയുന്നൊരു വാക്കുണ്ട്, ഈ വയലിലെത്തിയത് ഭാഗ്യമായി. ഈ വയലിലെത്തിയത് ഭാഗ്യമായി കേട്ടോ. ഇന്ന് രാവിലെ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഈ കൃപയ്ക്കകത്ത് പ്രവേശിച്ചതായ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഈ കർത്താവിനെ അറിയാൻ നമുക്ക് കഴിഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഈ രക്ഷയുടെ ഭാഗമായി തീരുവാൻ നമുക്ക് ലഭിച്ചതാ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഈ പുസ്തകം പ്രസംഗിക്കാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തതാ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. അവളോട് പറയാ, മോളെ ഈ വയലിലെത്തിയതിന്റെ ഭാഗ്യമാ. ഇനി വേറെ വയൽ അന്വേഷിക്കണ്ട കേട്ടോ. ഇനി വേറെ എങ്ങും പെറുക്കാൻ പോകണ്ട കേട്ടോ. രാവിലെ ഇതിനകത്ത് നുങ്ങിയ ഹൃദയത്തോടെ, മുറിഞ്ഞ ഹൃദയത്തോടെ, നിരാശയോടെ, ഭാരത്തോടെ ഇരിക്കുന്നവരോട് ദൈവാത്മാവെന്നെ ഫലമേൽപ്പിച്ച ദൂത് പറയട്ടെ, ഭാഗ്യവശാല നീ ഇവിടെ എത്തിയതാ. ഇനി വേറെ ഒന്നും നീ അന്വേഷിക്കണ്ട. ഇവിടെ കൊണ്ടുവന്നവൻ നിന്നെ നടത്താൻ ശക്തനായ ദൈവമാ. ദൈവത്തിന് സ്തോത്രം. ആമേൻ.
ഇത് രൂത്തിന്റെ ചരിത്രമാ പ്രസംഗിക്കുന്നതെങ്കിലും എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്, ഇതിനകത്തിരിക്കുന്ന പലരുടെയും ചരിത്രമാ. ദൈവത്തിന് സ്തോത്രം. ഇത് പലരുടെയും ജീവിതത്തിന്റെ വ്യക്തമായ ഒരു ചിത്രമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇവിടെ വരച്ചു കാണിക്കുന്നത്. സ്തോത്രം. 3-ാം അധ്യായത്തിലെ 1-2 ചിന്തകൾ മാത്രം ഞാൻ പറഞ്ഞ് 4-ാം അധ്യായത്തിന്റെ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഒരു അന്യജാതിക്കാരന്റെ വയലിൽ പെറുക്കാൻ വന്നവള. 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ആ ആ ആ ആ ആ മതി. 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിന്റെ ഈ അവസാനത്തെ വാക്യത്തിൽ നവോമി പറയുന്ന മറ്റൊരു വാക്കുണ്ട്. നിനക്ക് നന്നായിരിക്കേണ്ടതിന്. നിനക്ക് നന്നായിരിക്കേണ്ടതിന്. ഇവിടെ ചേർന്നിരിക്കാനൊക്കെ ഒത്തിരി പേരുണ്ട്. വയലിലാ ഇപ്പൊ ഇരിക്കുന്നത്, വേറെ എങ്ങുമല്ല. ഇവിടെ കുറച്ച് കൂട്ടുകാരെയൊക്കെ കിട്ടി, ഇവിടെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനൊക്കെ കുറച്ചു പേരെയൊക്കെ കിട്ടി. ഇത് മതി എന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുമ്പോൾ അവളോട് പറയുക, മോളെ നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഇവിടെ ഈ ചേർന്നിരിക്കുന്നവരെയൊക്കെ വിട്ടിട്ട് നീ എങ്ങോട്ട് ചെല്ലണമെന്നറിയാവോ? നീ കളത്തിലേക്കൊന്ന് ചെല്ലണം. ഇവിടെ ചേർന്നിരിക്കാൻ ആരൊക്കെ ഉണ്ടെന്നറിയാവോ? ഇവിടെ കൊയ്ത്തുകാരുണ്ട്, വേലക്കാരുണ്ട്, ദാസന്മാരും ദാസിമാരൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇല്ലാത്തൊരുത്തൻ എവിടെ വരും? അവൻ കളത്തിൽ വരും. അതാരാന്നറിയാവോ? അവനാ ഇതിൻ്റെ എല്ലാം യജമാനൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാ, ഒരുടമസ്ഥൻ ഒരുത്തനുണ്ട് കേട്ടോ, ഒരു യജമാനൻ ഒരുത്തനുണ്ട് കേട്ടോ. സകലത്തിന്റെ മേലും അധികാരവും കർത്തൃത്വമുള്ള ഒരു യജമാനനുണ്ട് കേട്ടോ. അവൻ രാത്രി കളത്തിൽ ഇറങ്ങും. നീ അതുകൊണ്ട് ഇന്ന് രാത്രി ചെയ്യേണ്ടത്, നീ കളത്തിൽ ചെല്ലണം. Praise the Lord. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവോ? നിനക്ക് നന്നായിരിക്കേണ്ടതിന്. സ്തോത്രം. 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ വായിക്കും. ഒന്നുകൂടെ വായിച്ചേ, 3:13. ഞാൻ വേഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. Chapter 3 verse 13. ആ ആ ആ ആ മതി മതി മതി. ഈ രാത്രി നീ ഇവിടെ താമസിക്കുക. ഒരുറപ്പുണ്ട്, ഈ രാത്രി ആര് വരും? വീണ്ടെടുപ്പുകാരൻ യജമാനൻ വരും. ദൈവത്തിന് സ്തോത്രം. എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാ വിടുന്നത്. ചെല്ലണം, കളത്തിൽ ചെല്ലണം, മറഞ്ഞിരിക്കണം. സ്തോത്രം. രാത്രിയിൽ അവൻ വന്ന് കളത്തിൽ കിടക്കും. എന്ത് ചെയ്യണം? അവസാനം അവൻ കിടന്നു കഴിയുമ്പോൾ അവൻ്റെ കാൽക്കലെ പുതപ്പ് മാറ്റി നീ അതിൻ്റെ അകത്ത് കയറി കിടക്കണം. ഇന്ന് രാവിലെ ഇതിൻ്റെ യാതൊരു വ്യാഖ്യാനവും വിശദാംശങ്ങളിൽ ഒന്നും ഞാൻ പറയാം. അതൊറ്റ കാര്യം പറയാം. കളത്തിൽ വീഴുന്നൊരു യജമാനനുണ്ട്, നീ അവൻ്റെ കാൽക്കൽ വീഴണം. 3-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞു വിടുന്നറിയാവോ? നിനക്ക് നന്നായിരിക്കേണ്ടതിന്, നിനക്ക് നന്നായിരിക്കേണ്ടതിന് നീ എന്ത് ചെയ്യണം? നീ കളത്തിൽ പോകണം. അവസാനം 18-ാമത്തെ വാക്യത്തിൽ അവളോട് പറയുന്നൊരു വാക്കുണ്ട്. എൻ്റെ മകളെ, കാര്യം എന്താകുമെന്നറിയുവോളം നീ അനങ്ങാതെ ഇരിക്കണം. എവിടെ ഇരിക്കണം? എവിടെ ഇരിക്കണം?
യജമാനന്റെ കാൽക്കലിരിക്കണം. യജമാനന്റെ കാൽക്കലിരിക്കണം. കാര്യം എന്താകുമെന്നറിയുവോളം എവിടെ ഇരിക്കണം? വയലിലല്ല കേട്ടോ ഇരിക്കേണ്ടത്, വേറെ ആരുടെയും അടുത്തല്ലിരിക്കേണ്ടത്. അവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ആരുടെ അടുക്കലല്ല കാര്യം എന്താകുമെന്ന് അറിയാനിരിക്കേണ്ടത്. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, യജമാനന്റെ കാൽക്കൽ ഇരിക്കുക. കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകും. കാര്യം എങ്ങനെ നടക്കുമെന്ന് അവൻ പറഞ്ഞു തരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ കാര്യങ്ങൾ എങ്ങനെയാകുമെന്നറിയാതെ നിരാശപ്പെട്ട് ഒരു വർഷം കൂടെ നമ്മളെ വിട്ട് കടന്നു പോകുന്നു, ഇതുവരെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ദൈവമൈതലേ, പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ വളരെ ശക്തമായിട്ട് ഇടപെടുന്നു. യജമാനന്റെ കാൽക്കലേക്ക് കയറിയിരിക്ക, അവന്റെ പാദപീഠത്തിൽ ഒന്ന് വീഴ, അവന്റെ അടുക്ക തന്നെ ഇരിക്ക, നിനക്ക് നന്നായിരിക്കേണ്ടതിന്. എന്താ പറഞ്ഞ അവസാനിപ്പിക്കുന്നത്? കാര്യം തീരുമാനമാകുന്നത് വരെയും അവന്റെ അവിടെ തന്നെ നീ എന്ത് ചെയ്യണം? അനങ്ങാതിരിക്കണം. എനിക്ക് ഈ അവസാന സമയത്ത് നിങ്ങളോട് പറയാൻ ഇതേ ഉള്ളൊരു ദൂത്. മറ്റെല്ലാ എടുത്തുനിന്നും മാറി കർത്താവിന്റെ പാദപീഠത്തിൽ ഒന്നിരിക്കുക, അവന്റെ അടുക്കൽ ഒന്നിരിക്കുക. സ്തോത്രം. ചില കാര്യങ്ങൾക്ക് തീർപ്പ് ദൈവം വരുത്തുവാൻ ശക്തനായ ദൈവമാണ്. അവൻ ചില കാര്യങ്ങൾക്ക് തീരുമാനം വരുത്താൻ ശക്തനായ ദൈവമാണെന്ന് നമുക്ക് ഈ രാവിലെ വിശ്വസിപ്പിക്കാൻ ഇടയാകണം. എന്താ ചെയ്യുന്നത്? നാലാം അധ്യായത്തിൽ മൂന്നാം അധ്യായത്തിന് 4-ാമത്തെ വാക്യത്തിൽ നവോമി പറഞ്ഞു വിടുമ്പോൾ പറയുന്നുണ്ട്, പുതപ്പ് പൊക്കി അവന്റെ കാൽ കീഴിൽ നീ എന്ത് ചെയ്യണം? കിടക്കണം. ഒരു കാര്യം അവള് പറയുന്നുണ്ട്, നീ എന്തു ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും. കാര്യങ്ങൾക്ക് തീരുമാനമാക്കുക മാത്രമല്ല, എന്തു ചെയ്യണമെന്ന് അവൻ നിനക്ക് എന്ത് ചെയ്യും? ഇവിടെ ആരും പറഞ്ഞു തന്നാൽ ശരിയാകുകയല്ല കേട്ടോ. ഇവിടെ ആര് പറഞ്ഞാലും അത് പെർഫെക്റ്റ് ആയിരിക്കത്തില്ല. നീ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി പറഞ്ഞു തരാൻ കഴിവുള്ള ഒരു യജമാനൻ നമുക്കുണ്ട്. നീ ഇടത്തോട്ട് തിരിയുമ്പോൾ, നീ വലത്തോട്ട് തിരിയുമ്പോൾ, വഴി ഇതാകുന്നു, ഇതിലെ സഞ്ചരിച്ചോളുവീനെന്ന് ഒരു ശബ്ദം പുറകിൽ നിന്ന് കേൾപ്പിക്കാമെന്ന് പറഞ്ഞ ഒരു യജമാനൻ നമുക്കുണ്ട്. വഴിപോക്കന്മാർ ഭോഷന്മാരാണെങ്കിലും ഭോഷനല്ലാത്ത സർവജ്ഞാനിയായ ഒരു കർത്താവ് നമുക്കുണ്ട്. അവൻ വഴി തെറ്റിക്കുന്നവനല്ല, അവൻ വഴി മാറ്റി പറയുന്നവനല്ല. അവൻ നീ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ കഴിവുള്ള ഒരു കർത്താവ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 4-ാമത്തെ വാക്യത്തിൽ അവൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരും. 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച കുറിവാക്യം എന്താ പറയുന്നത്? നീ ചോദിക്കുന്നത് ഞാൻ എന്ത് ചെയ്യാം? ചെയ്തു തരാം. 17-ാമത്തെ വാക്യത്തിൽ അവളോട് പറയുക, പോകുമ്പോൾ വെറും കൈയോടെ അവന്റെ അടുക്കൽ എന്ത് ചെയ്യരുത്? കയറി ചെല്ലരുത്. 18-ാമത്തെ വാക്യം, നീ സ്വസ്ഥമായിരിക്കുക. അങ്ങനെയാ പറയുന്നത്. മലയാളത്തിൽ അനങ്ങാതിരിക്കുക എന്ന് പറയുമ്പോൾ ഇതിന്റെ മൂലഭാഷയിൽ ആ വാക്ക് കൊടുത്തിരിക്കുന്നത്, നീ എന്ത് ചെയ്തേച്ചാ മതി? സ്വസ്ഥമായിട്ട് അങ്ങിരുന്നേച്ചാ മതി. എവിടെയാ ഇരിക്കുന്നതെന്നറിയാവോ? വീണ്ടെടുക്കാൻ കഴിവുള്ള ഒരുത്തൻ്റെ കാൽക്കലായിരിക്കുന്നത്. നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിയുന്ന ഒരുത്തൻ്റെ അടുക്കലാ നമ്മൾ ഇരിക്കുന്നത്. ഒന്ന് സമാധാനമായിട്ടിരിക്കുക. കാര്യങ്ങൾക്ക് ദൈവം എന്ത് ചെയ്യും? ഒരു തീരുമാനമുണ്ടാക്കും. തീരുമാനം ഉണ്ടായോ? 4-ാം അധ്യായത്തിൽ
അവൾ ആ കളത്തിൽ നിന്ന് ഇറങ്ങി നേരെ അങ്ങോട്ടാ കയറുന്നെന്നറിയാവോ? ഒരു വീട്ടിലേക്ക് അവൾ പ്രവേശിക്കുന്നത്. എല്ലാ കണ്ണുകളും ദൈവസ്ഥ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കാം. ഒരു ഔട്ട്ലൈൻ മാത്രം പറഞ്ഞ് ഈ ദൂത് ഇവിടെ അവസാനിപ്പിക്കുക. നമ്മുടെ പരമാർത്ഥ ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട് കഴിഞ്ഞു എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആരോടൊക്കെ പരിശുദ്ധാത്മാവിന് ഇന്ന് പകൽ ഇടപെടേണ്ടതായിട്ടുണ്ടായിരുന്നു, കർത്താവ് ഇന്ന് പകൽ ഇടപെട്ട് കഴിഞ്ഞു. അസ്വസ്ഥമാക്കുന്ന ഒത്തിരി ആകുലതകൾ നമ്മെ അലട്ടുന്നുണ്ട്. ആരോടും പറയാൻ കഴിയാത്ത ഒത്തിരി വേദനകൾ നമ്മെ ഭാരപ്പെടുത്തുന്നുണ്ട്. എന്തു ചെയ്യണമെന്നറിയാതെ ഉഴലുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്തിനേറെ പറയാൻ, ഉപജീവനത്തിന് പോലും പ്രയാസപ്പെടുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഭാഗ്യവശാലാകട്ടോ ഈ ബോവസിന്റെ വയലിൽ നീ വന്നത്. ഇവിടെ തന്നെ പെറുക്കിക്കോ, വേറെ എങ്ങും പോകണ്ട. പക്ഷെ എന്നും പെറുക്കാൻ അവൻ അനുവദിക്കത്തില്ല. ഒരജമാനൻ വെളിപ്പെടുന്ന സമയമുണ്ട്. അവന്റെ പാദപീഠത്തിങ്കിലേക്ക് ഒന്നടുത്തിയല്ല. അവൻ നീ എന്ത് ചെയ്യണമെന്ന് അവൻ പറയും. ഹല്ലേലൂയാ. ഇവരും ഒന്നും പറയുന്നതല്ല നീ ചെയ്യേണ്ടത്, യജമാനൻ പറയും നീ എന്ത് ചെയ്യണമെന്ന്. ചോദിക്കുക, നിനക്ക് വേണ്ടുന്നത് ഞാൻ ചെയ്തു തരാം. എന്താ വേണ്ടത് ചോദിച്ചു. ചെയ്തു തരൂ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉറപ്പോടെയാ വിട്ടതെങ്കിൽ, ആ ഉറപ്പോടെയാ ഇവിടെ വന്നതെങ്കിൽ നിശ്ചയമായിട്ട് അവൻ ചെയ്തു തരും. പ്രിയമുള്ളവരെ, ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. രക്തത്താലെ ജയം, രക്തത്താലെ ജയം. ചെയ്തു തരാൻ കഴിവുള്ള ഒരുത്തനാ പറയുന്നത്. ചോദിച്ചോ, ഞാൻ ചെയ്തു തരാ. ഹല്ലേലൂയ. കഴിവുള്ളവന്റെ ഒരുത്തന്റെ അടുക്കലാ നാം വന്നിരിക്കുന്നത്. വീണ്ടെടുപ്പാൻ കഴിയുന്നവന്റെ അടുക്കലാ നാം വന്നിരിക്കുന്നത്. എന്നും കളം കൊണ്ട് നീ കഴിയത്തില്ല കേട്ടോ. എന്നും വയലുകൊണ്ട് നീ കഴിയത്തില്ല കേട്ടോ. ഇതിന്റെ മുഴുവൻ അവകാശിയാക്കി തീർക്കുന്ന ചില ദൈവപ്രവൃത്തികൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതിനു വേണ്ടി ക്ഷമയോടെ നമുക്ക് നോക്കി പാർക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.